മറുനാടൻ മലയാളിയുടെ മേധാവിയായ ഷാജൻ സ്കറിയ അദ്ദേഹം കഴിഞ്ഞ 10 വർഷവും LDF സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ നിരന്തരം സ്റ്റോറികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പിണറായി വിജയനെതിരെ മാത്രമല്ല, പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെയും നിരന്തരം യൂട്യൂബിലൂടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ഇങ്ങനെയാണ്: ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയത്തിന് അനേകം കാരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിരുദ്ധ വികാരം തന്നെയായിരുന്നു. ഈ പിണറായി വിരുദ്ധ വികാര രൂപീകരണത്തിൽ മറുനാടനുള്ള റോൾ ഞങ്ങളുടെ ശത്രുക്കൾ പോലും പറയാറുണ്ട്. സകല മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയെയും കോടികൾ കൊടുത്ത് വിലക്കെടുത്ത് പിണറായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴും ഒരു രൂപ പ്രതിഫലം വാങ്ങാതെ ജനപക്ഷത്ത് നിലയുറപ്പിച്ചത് മറുനാടൻ ആയിരുന്നു. അതിന് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നത് വലിയ വില ആയിരുന്നു. സകല മാധ്യമങ്ങളും 3 മുന്നണികളിൽ നിന്നും പരസ്യ വരുമാനം സ്വീകരിച്ചപ്പോഴും എത്തിക്സിൻ്റെ പേരിൽ ഞങ്ങൾ നോ പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ 1-ാം ഭാഗം. എന്താണ് അദ്ദേഹം പറയുന്നത്? കേരളത്തിൽ പിണറായി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ട് LDF പരാജയപ്പെടാൻ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പിണറായി വിരുദ്ധ വികാരമാണ്. ആ പിണറായി വിരുദ്ധ വികാരം രൂപീകരിക്കാൻ അല്ലെങ്കിൽ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ഞാൻ എന്ന് ശത്രുക്കൾ പോലും പറയും. മറുനാടൻ മലയാളിയുടെ ശത്രുക്കൾ പോലും പറയും പിണറായി വിരുദ്ധ വികാര രൂപീകരണത്തിൽ നിർണായക റോൾ വഹിച്ചിട്ടുണ്ട് മറുനാടൻ മലയാളിയും ഷാജൻ സ്കറിയയും എന്നും. അതിനുശേഷമാണ് 2-ാമത്തെ ഭാഗത്തേക്ക് പോകേണ്ടത്. അതിങ്ങനെയാണ്: പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോളോ പാസോ ആരെങ്കിലും എത്തിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോളോ പാസോ ആരെങ്കിലും എത്തിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല. ഒടുവിൽ ശ്രീമാൻ VD സതീശൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ തന്നത് പിറകിൽ നിന്ന് കാണാൻ ലക്ഷങ്ങൾക്ക് കൊടുത്ത ഒരു സാധാ പാസ്. നിയുക്ത മന്ത്രിമാരിൽ 3-4 പേർ നന്ദി അറിയിക്കാൻ വിളിച്ച കാര്യം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. പിണറായി നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നത് നേരിട്ട് സാക്ഷ്യം വഹിക്കാനുള്ള ആഗ്രഹം സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. VD സതീശൻ്റെ മുഴുനീള ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത ചാനലാണ് മറുനാടൻ മലയാളി. ആ ചാനലിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഷാജൻ സ്കറിയോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ച് വേദിയിലിരുത്താൻ കഴിയുമെങ്കിൽ വേദിയിൽ തന്നെ ഇരുത്തേണ്ടതായിരുന്നു. അതല്ലെങ്കിൽ മുൻ സീറ്റിലെങ്കിലും ഇരുത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് VD സതീശൻ അത് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് മറ്റു നിയുക്ത മന്ത്രിമാർക്ക് തോന്നാതിരുന്നത്? എന്തുകൊണ്ടാണ് KPCC നേതാക്കൾക്കോ UDF നേതാക്കൾക്കോ അങ്ങനെ തോന്നാതിരുന്നത്? വലിയ ചോദ്യമാണ്. അദ്ദേഹം 10 വർഷക്കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയന് എതിരെ, പിണറായി വിജയനെ താഴെ ഇറക്കാൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ അഭിനന്ദിക്കുന്നതിന് പകരം അങ്ങനെയുള്ള ഒരാൾക്ക് അർഹതപ്പെട്ട പരിഗണന നൽകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നൽകാതിരുന്നത്? പറയുന്നത് നോക്കൂ, അദ്ദേഹത്തിൻ്റെ വിലാപമാണ്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോളോ പാസോ ആരെങ്കിലും എത്തിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വിളിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ എന്ന് വെച്ചാൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ആരും വിളിച്ചില്ല. അവസാനം അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഒരു പാസ് നൽകി. അത് ഏറ്റവും പിറകിലിരിക്കാൻ ലക്ഷങ്ങൾക്ക് സാധാരണ നൽകുന്ന ഒരു സാധാ പാസ് കൊടുത്ത് ഷാജൻ സ്കറിയെ അപമാനിച്ചു, അവഹേളിച്ചു ഈ UDF നേതാക്കൾ, പ്രത്യേകിച്ച് നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുകയാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തോട് ക്ഷമിക്കുക എന്നതേ ഇപ്പോൾ പറയാനുള്ളൂ. ഇനിയും പിണറായി വിജയനെതിരെയുള്ള ഇത്തരം വീഡിയോകൾ വ്ളോഗിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കണം താങ്കൾ. അങ്ങനെ ആത്മസംതൃപ്തി അടയുക എന്നത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ UDF നേതാക്കൾ അദ്ദേഹത്തോട് ചെയ്തത് കുറച്ചതിയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല.